നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈശോ അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. കർത്താവായ ഈശോ, ഈ സായാഹ്നത്തിൽ ഞങ്ങളെല്ലാവരും നിന്റെ കൃപയ്ക്കായി, നിന്റെ കൃപയാൽ നിറയുവാനായി കാത്തിരിക്കുന്നു. നിന്റെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്റെ വചനത്തിനു വേണ്ടിയുള്ള ദാഹം ജനിപ്പിക്കണമേ. പ്രത്യേകമായി പരിശുദ്ധ നോമ്പുകാലത്ത് കർത്താവേ, നിന്റെ മിശിഹാ രഹസ്യം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുവാൻ, നിന്നെ ആഴത്തിൽ സ്നേഹിക്കുവാൻ, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂടുതൽ സ്നേഹത്തിലേക്കും കൂടുതൽ ക്ഷമയിലേക്കും കൂടുതൽ നന്മയിലേക്കും ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഇരിക്കും. അഭിവന്യ കുര്യാക്കോസ് മോർ സെവേറിയോസ് വലിയ മെത്രോപ്പൊലിത്ത തിരുമേനി, അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും ഈ വചന കൂടാരത്തിൽ ഈ സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നല്ല ചൂടുള്ള ഈ സമയത്ത് കർത്താവിൻ്റെ വചനത്തോടുള്ള ദാഹത്തെ പ്രതി മാത്രം നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ നോമ്പ് കാലത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്ന ദിവസങ്ങൾ കൂടിയാണിത്. ഈ ദിവസങ്ങളിൽ ഈ ധ്യാനം ക്രമീകരിച്ചത്, ഈ കൺവെൻഷൻ ക്രമീകരിച്ചതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ 3 പ്രലോഭനങ്ങൾ. ഈശോയെ സാത്താൻ പ്രലോഭിപ്പിക്കാൻ വരുന്നത് ഉപവാസം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വചനത്തിൽ പറയുന്നത് 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ചു. ഉപവസിച്ചവനെ തൊടാൻ ഒരു പിശാചിനും പറ്റിയല്ല കേട്ടോ. ഉപവസിക്കുന്നവനെ ഒരു പിശാചും തൊടുകയില്ല. ഉപവാസം എല്ലാം കഴിഞ്ഞ് ഉപവാസം ഒന്ന് നിർത്തിയേക്കാം, ഇച്ചിരി ഭക്ഷണം കഴിച്ചേക്കാം എന്ന് ഓർത്ത് വരുമ്പോഴാണ് ഈ സാത്താൻ കർത്താവിനെ പിടികൂടുക. അതൊരു ദുർബലപ്പെട്ട നിമിഷമാണ്. എന്താണ് കഴിക്കേണ്ടതെന്ന് ഓർത്ത് കർത്താവ് മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നല്ല നല്ല നിർദ്ദേശങ്ങളുമായി സാത്താൻ കടന്നു വരികയാണ്. നമ്മൾ ഈ സാത്താനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ചെകുത്താനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടമില്ല, അല്ലേ? സാത്താൻ എന്നൊക്കെ പറയുന്നത് ഇല്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എളുപ്പം.
കൊച്ചു പിള്ളേരോട് സാത്താൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം പറയാൻ പോകുന്നത് 2 കൊമ്പുണ്ടെന്നും ഒരു വാലുണ്ടെന്നും നല്ല വെളുത്ത പല്ലും കാർത്ത മുഖവും എന്നൊക്കെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും. സാത്താൻ ഭയപ്പെടുത്തുന്നവനാണ് എന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ആദ്യമായിട്ട് വായിച്ച ഒരു ജീവചരിത്രം, വിശുദ്ധന്റെ ജീവചരിത്രം, വിശുദ്ധനായ ജോൺ ബോസ്കോ എന്ന വിശുദ്ധന്റെ ജീവചരിത്രമാണ്. അതിനകത്തുണ്ട് ഈ വിശുദ്ധനായ ജോൺ ബോസ്കോയെ രാത്രിയിൽ ദുഷ്ടജന്തുക്കളുടെ രൂപത്തിൽ വന്ന് ഈ പിശാജ് കട്ടിലിൽ നിന്നൊക്കെ മറിച്ചിടും. അതൊക്കെ വായിച്ച് എൻ്റെ പല ദിനരാത്രങ്ങളിലെ ഉറക്കം പോയിട്ടുണ്ട്. ഇത്രയും ക്രൂരനായ പിശാജ്. പക്ഷെ ഞാൻ എന്താണോ, നമ്മളത്രയും വിശുദ്ധനൊന്നും അല്ലാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല, പിശാചുകളൊന്നും നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ ചിന്തിക്കുകയും ചെയ്തു, പിശാചുകളുടെ കാലം എല്ലാം കഴിഞ്ഞോ, പോയോ? അപ്പോഴാണ് മനസ്സിലായത്, ഇപ്പൊ പിശാജ് രാത്രിയിലല്ല വരുന്നത് കേട്ടോ, ഇപ്പൊ പിശാജ് പകലാ വരുന്നത്. നല്ല നട്ടുച്ച വെയിലത്തൊക്കെയാണ് പിശാചുകൾ കയറി വരുന്നത്. നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്, ലോവ ഇട്ട് വരുമോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, എന്തായാലും നല്ല വേഷമൊക്കെ ഇട്ട് നല്ല സ്മാർട്ടായി ഒക്കെയാ വരുന്നത്. നമ്മളെ മോഹിപ്പിക്കുന്നവനാണ് പിശാച്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. നമ്മളെ മോഹിപ്പിക്കുന്നവനാണ് പിശാച്, അല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നവനല്ല. പിശാചിന് മനസ്സിലായി ഈ ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഈ ആരും നമ്മുടെ പുറകെ വരികയില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ കൊതിപ്പിക്കുകയാണ്. നമുക്ക് എന്തിനോടെങ്കിലും, ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും വസ്തുവിനോടോ ഏതെങ്കിലും ആശയത്തോടോ തമ്പുരാനേക്കാളും കൂടുതൽ ആകർഷണം തോന്നിയാൽ ഓർത്തോണം, അതിനകത്ത് പിശാച് വരുന്നുണ്ട്. അവൻ മോഹിപ്പിക്കും. നല്ല ഷുഗറുള്ള ചേട്ടന്മാരെയൊക്കെ എങ്ങനെയാണ് പിശാച് മോഹിപ്പിക്കുന്നത്? പേടിപ്പിച്ചിട്ടാണോ? അല്ല, ഐസ്ക്രീമിന്റെ രൂപത്തിൽ അവൻ അവതരിക്കുകയാണ്. എനിക്കും ഷുഗർ പിടിച്ചു കേട്ടോ, എന്നാ പറയാനാ, ഇത് പ്രസംഗിച്ചാന്ന് തോന്നുന്നു, എനിക്കുമായി. ഐസ്ക്രീം ഒക്കെ കാണുമ്പോഴേ നമുക്കൊരു താല്പര്യ, ഇന്ന് ഒരു ദിവസത്തേക്ക്, എപ്പോഴും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് കഴിക്കുക, നമ്മളെ മോഹിപ്പിക്കുക. അതുപോലെ നമ്മളെ മോഹിപ്പിക്കുന്ന കാര്യങ്ങളാ ഈ ടെലിവിഷൻ ചാനലിലും ഇതിനകത്തൊക്കെ വരുന്നത് അല്ലേ. നമ്മളൊക്കെ എത്ര ഭക്തരാണെങ്കിലും നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നോയമ്പ് കാലത്ത് ഞങ്ങൾ സീരിയൽ കാണുകയില്ല എന്നൊരു തീരുമാനം പറ്റുമോ? അയ്യോ, അതിനേക്കാളും ഭേദം വേറെ വല്ല കാര്യങ്ങളും ചെയ്യുക. അതില്ലാതെ എങ്ങനെ ജീവിക്കുന്നത്? കാരണം അതുപോലെ മോഹിപ്പിക്കുകയാണ് സാത്താൻ മോഹിപ്പിക്കുന്നവനാണ്. ഞാൻ പ്രസംഗിച്ച് ചിലപ്പോൾ എനിക്ക് പ്രസംഗം ഒരു മോഹമായിട്ട് വരാം കേട്ടോ. ഈ മൈക്ക് ചിലപ്പോൾ എനിക്ക് വലിയ ആകർഷണമായിട്ട് വരുമ്പോൾ ഓർത്തോണം, സാത്താൻ പിടികൂടിയിട്ടുണ്ട് ഈ പ്രഘോഷകനെ. അത് ചിലപ്പോൾ നമ്മളെല്ലാവരും പിടികൂടാൻ സാധ്യതയുള്ളതാണ്. മൈക്ക് കിട്ടിയാൽ വിടുകയില്ല, കാരണം ഇവനിലൂടെയാണ് മോഹം. അപ്പോൾ നമ്മളെ മോഹിപ്പിക്കാൻ എന്തിനും സാധിക്കും, ഏതിനും സാധിക്കും. ഏത് വ്യക്തിക്കും, ഏത് വസ്തുവിനും, ഏത് ആശയത്തിനും നമ്മളെ മോഹിപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെലുത്താൻ പോകും കേട്ടോ. നമ്മളൊക്കെ സാത്താന്റെ കൈകളിലെ ഒന്നാന്തര ഉപകരണമാക്കി മാറ്റും. ഞങ്ങളുടെ സഭയിൽ ഇപ്പൊ കുറെ പേരെ സാത്താൻ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? അവരെല്ലാവരും സഭയെ നന്നാക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഫേസ്ബുക്കിൽ ഇരുന്ന് ചീത്തവിളിയാണ്, സഭയെ നന്നാക്കുകയാണ്. എല്ലാവരും കുറ്റം പറച്ചിലോട് കുറ്റം പറയും. നിങ്ങളുടെ സഭയിലൊക്കെ കുറവാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞങ്ങളുടെ പാർട്ടികളാണ് രാവിലെ മുതൽ ഫേസ്ബുക്ക് തുറക്കുക, ഏതെങ്കിലും ഒരു മെത്രാനെ അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് നശിപ്പിച്ചേക്കുക അത്രവനെ. എന്നിട്ട് ഇപ്പൊ ചോദിക്കുന്ന പറയുന്നത് എന്താ? ഞങ്ങൾ സത്യത്തിന്റെ പക്ഷത്താണ്, നീതിയുടെ പക്ഷത്താണ്. സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തിരുന്ന് അവൻ സാത്താന്റെ പണി ചെയ്യുകയാണ്. കർത്താവിന്റെ സഭയെ സമൂഹത്തിൽ, പൊതുജന മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുകയാണ്, പരിഹാസ വിഷയമാക്കുകയാണ് കർത്താവിന്റെ സഭയെ. ഇപ്പത്തെ നമ്മുടെ എത്ര സിനിമകളിലാണ് ക്രൈസ്തവ വൈദികരും സിസ്റ്റേഴ്സും ക്രൈസ്തവ ആശയങ്ങളും എല്ലാം പരിഹസിക്കപ്പെടുന്നത്. നമ്മൾ മതേതരന്മാര്, നമ്മുടെ ചേട്ടന്മാരൊക്കെ പറയും, അതിൻ്റെ ഒന്നും സാരമില്ല, അതുകൊണ്ടൊന്നും നമ്മുടെ വിശ്വാസം ഒന്നും പോകത്തില്ല. പക്ഷെ മറ്റു മതസ്ഥർ, ഇത് കാണുന്ന മറ്റു മതസ്ഥരുടെ മുമ്പിൽ നമ്മുടെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? എന്നാൽ ഇതിനും മാത്രം വല്ലതും കുഴപ്പം നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഈ സമൂഹത്തിന് ഇത്രമാത്രം നന്മ ചെയ്ത ഒരു സമൂഹം വേറെയുണ്ടോ? ക്രിസ്ത്യാനികളെ പോലെ. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം എന്താ ഇത്ര വ്യത്യാസമെന്ന് നിങ്ങൾ ചിന്തിക്കണം. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, സമാധാനമുള്ള ഒരു രാജ്യം, നല്ല വൃത്തിയുള്ള റോഡുകൾ,
എന്ന് പറഞ്ഞാൽ താരതമ്യേന കേട്ടോ, താരതമ്യേന വൃത്തിയുള്ള റോഡുകൾ, പിന്നെ ജാതി വ്യവസ്ഥയുടെ വലിയ ശക്തിയൊന്നുമില്ല. ഒരു പ്രളയം വന്നാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്, ആരെയാണ് സഹായിക്കേണ്ടതെന്ന് ചോദിച്ച്. എന്തുകൊണ്ടാണ് ഈ കേരളം മാത്രം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇത്രയും വ്യത്യസ്തമായിരിക്കുന്നത്? കാരണം ഇവിടുത്തെ ക്രൈസ്തവ സാന്നിധ്യം കൂടുതലാണ്, അതുകൊണ്ട് മാത്രമാണ്. അത് നമ്മുടെ ആശാന്മാരുടെ തലയിലോട്ടെന്ന് എന്നാണോ കയറുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ സമൂഹം അതുപോലെ ഈ സഭയെയും സമൂഹത്തെയും എല്ലാ വ്യക്തികളെയും വളർത്താനായിട്ട് ശ്രമിച്ച ഒരു സമൂഹമാണ് ക്രൈസ്തവ. നമുക്കൊക്കെ അഭിമാനബോധം വേണം. അതിനു പകരം ഫേസ്ബുക്കിൽ കയറിയിരുന്ന് സഭയെ ഇകഴ്ത്തി പറയുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്ത് പൊതുജനത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ സഭയെ പരിഹാസ വിഷയമാക്കുമ്പോൾ, പ്രിയപ്പെട്ട മതേതര ബുദ്ധിജീവി, നീ ഒരു കാര്യം ഓർക്കണം, നീ സാത്താന്റെ കയ്യിലെ ഒന്നാന്തരം ഉപകരണമായി മാറുകയാണ്. അതുകൊണ്ടാണ് ജാഗ്രതയോടെ കാത്തിരിക്കണം. നമ്മളെ എങ്ങനെയാണ് ഈ ചെകുത്താൻ പിടിക്കുന്നത് ഒരു പിടിയില്ല കേട്ടോ. ഓരോ ദിവസവും നമ്മൾ ആത്മശോധന ചെയ്യണം. ഇന്ന് ഞാൻ സാത്താന്റെ പണി ചെയ്തോ, എന്തെങ്കിലും ചെയ്തോ? നമുക്ക് ഈ സാത്താന്റെ 3 പ്രലോഭനങ്ങളെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. നിങ്ങൾക്കൊരു ആശങ്ക കാണും, ഈ മെത്രാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് എപ്പോൾ തീർക്കുമെന്ന്. ഞാൻ കൃത്യസമയത്ത് തീർക്കും കേട്ടോ. ഇതിനകത്ത് 8:50 കൃതജ്ഞത. അത്രയും നിങ്ങൾ സഹിച്ചിരിക്കുമോ? ഇരിക്കുമോ അല്ലേ? അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഏതായാലും ഞാൻ അതുവരെ എടുക്കത്തുള്ളൂ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇടിച്ചു നിർത്തണം. എവിടെ നിർത്തിയിരുന്നു? ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ഈശോയോട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന കർത്താവിനോട് സാത്താൻ വന്ന് നല്ല ഒരു ആശയം പറഞ്ഞു. അതെ, എന്തിനാ നീ അവിടം വരെയൊക്കെ വീട് വരെയൊക്കെ കഷ്ടപ്പെട്ടു പോകുന്നത്? ഈ കല്ലുകളോട് അങ്ങോട്ട് അപ്പമാകാനായിട്ട് കൽപ്പിച്ച്. എനിക്ക് വേണ്ട കേട്ടോ, എന്നിട്ട് നീ തന്നെ കഴിച്ചോ, നിനക്കല്ലേ വിശപ്പ്, നീ കഴിക്ക്. അതെന്താ ഈ പ്രലോഭനം? എന്താ കുഴപ്പം? എന്താ അതിന്? അതൊരു വലിയ ചതിയാ കേട്ടോ. അതൊരു വലിയ പ്രലോഭനം. എന്താണെന്നറിയാവോ? നിന്റെ കഴിവുകൾ, നിന്റെ ദൈവിക ശക്തി നിന്റെ സുഖത്തിനു വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം. നിന്റെ ശക്തി നിന്റെ സുഖത്തിനു വേണ്ടി ഉപയോഗിക്കുക. ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടത്തില്ല. ഈശോ മിശിഹ അവന്റെ സുഖം മാത്രം നോക്കി നോക്കി അങ്ങ് ജീവിക്കും. ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2000 വർഷമായി ക്രിസ്ത്യാനികൾ ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടെന്ന് നമ്മൾ ചരിത്രമെല്ലാം എഴുതി പഠിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഇന്ത്യയില് ക്രിസ്ത്യാനി ഇന്നും 2.3 എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ഒരു സമൂഹമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ ദൈവികമായ ശക്തികൾ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. പലപ്പോഴും ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി നമ്മൾ വേർപ്പൊഴുക്കിയില്ല. ഞാനും നിങ്ങളും അതിൽ പ്രതികളാണ്. നമ്മളെല്ലാം ഞാൻ പിഴയാളി ചൊല്ലണം. ഈ രാജ്യം ഇന്നും അസമത്വത്തിന്റെയും അറിവില്ലായ്മയുടെയും പിടിയിലാണെങ്കിൽ, വർഗീയതയിൽ അമർന്നു കിടക്കുകയാണെങ്കിൽ, അതിന്റെ കാരണം 2000 വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ഈശോ മിശിഹായെ പ്രഘോഷിക്കുന്നതിൽ, ലോകത്തിന്റെ അതിർത്തികൾ വരെ നിന്റെ ജീവൻ വെടിഞ്ഞും പ്രഘോഷിക്കുന്നതിൽ നമ്മൾ പരാജയം. എന്ത് സംഭവിച്ചതാ? നമ്മളിപ്പോ കുറഞ്ഞു വരിക കേട്ടോ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ എത്രയുണ്ട് ക്രിസ്ത്യാനികൾ ഇപ്പൊ കേരളത്തിൽ? നമ്മൾ 27% സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കൂടെ ആഞ്ഞു പരിശ്രമിച്ച് അത് 18 ആക്കിയിട്ടുണ്ട് ഇപ്പോ. കാരണം മക്കളൊന്നും ഇല്ല. ഉള്ളവരൊക്കെ എന്ത് ചെയ്യേ? എല്ലായിടത്തും നിന്ന് കൈ പിരിച്ച് പ്രാർത്ഥനയായിരുന്നു, എന്റെ മക്കളെ കരകയറ്റണമെന്ന്. കരകയറി എല്ലാരും പോയി. ഇപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ കണ്ണിൽ നോക്കി വിശറിയും വീശി വീട്ടിലിരിപ്പുണ്ട്. വയസ്സന്മാരുടെ സമൂഹമായി നമ്മൾ മാറുകയാണ്. ചിലർ ചോദിക്കും, മക്കളുടെ അടുത്ത് പോകുന്നില്ലേ? ഓ പോയായിരുന്നു. എന്നിട്ട് എന്നാ? ഓ ഇനിയും പോകുന്നില്ല. അതെന്താ? അല്ല കൊച്ചുമക്കളൊക്കെ ഇല്ലേ? ഓ അവര് പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, അത് അവന്റെ ഭാഷയൊന്നും പിടികിട്ടുന്നില്ല. എന്നാ കഷ്ടകാലായി. അവരെല്ലാം കരകയറി എന്നാ പറയുന്നത്, പക്ഷെ കഷ്ടകാലാണ്. നമുക്ക് മക്കളില്ല. പിന്നെ നമ്മുടെ ജനന നിരക്ക് എത്രയാന്ന് നിങ്ങൾക്കറിയാവോ? 14%. 18% നമ്മൾക്ക് ജനന നിരക്ക് 14. 100 കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ജനിച്ചാൽ 14 വരെയുള്ളൂ ക്രിസ്ത്യാനി.
അതിനകത്ത് കത്തോലിക്കനുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ജ്ഞാനായ ഉണ്ട്, എല്ലാം കൂടെ കൂടിയാണ് ഈ 14. ഇങ്ങനെ പോയാൽ ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? 50 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ആരോ പറയുന്നത് കേട്ടു, ക്രിസ്ത്യാനി ലോകാവസാനം പറഞ്ഞ് അവൻ തന്നെ അവസാനിക്കുന്ന ലക്ഷണമാ. കാരണം ഇതുപോലെ തളരുന്ന ഒരു സമൂഹം, എന്നാൽ ഇത്രയും മിടുക്കന്മാരുടെ, ഇത്രയും കഴിവുള്ളവരുടെ, ഇത്രയും ബുദ്ധിയുള്ളവരുടെ ഒരു സമൂഹം ശാസ്ത്രീയമായിട്ട് ഇല്ലാണ്ടാകുക. സാത്താൻ ഉപദേശിച്ചു തന്ന ബുദ്ധിയിൽ ക്രിസ്ത്യാനി വീണ് കേട്ടോ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് ഈ ഒന്നാമത്തെ പ്രലോഭനമാണ്. നിന്റെ കഴിവുകൾ നിന്റെ സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാരണം ഈ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം അതൊരു വല്ലാത്ത ദാഹമാണ് കേട്ടോ. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ? നല്ല സുഖമായിട്ടൊന്ന് ഇരിക്കണം. അതിന് പറ്റിയൊരു കസേര കണ്ടുപിടിക്കണം. അത് ഫാനിന്റെയൊക്കെ താഴെ സുഖമായിട്ടിരിക്കണം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും സുഖമായിട്ടിരിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ ആണെന്നാണ് പറയുന്നത്. ഭയങ്കര എയർ കണ്ടീഷൻഡ് അവസ്ഥയാണ് പോലും. അതുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞോണ്ടാണ് വരുന്നത്. എന്നിട്ട് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ഈ മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരികെ കയറാൻ പരിശ്രമിക്കും എന്നാണ് പറയുന്നത്. സുഖകരമായ ആ അവസ്ഥയിലേക്ക് തിരികെ കയറാൻ. അത് ഈ പിതാവിന് എങ്ങനെ മനസ്സിലായത് നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാനത് തെളിയിക്കാൻ പോവാ ശാസ്ത്രീയമായിട്ട്. അതെങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ എത്ര പ്രായമായ മനുഷ്യരാണേലും സാരമില്ല, ഒരു നല്ല തണുത്ത വെളുപ്പാങ്കാലത്ത് നിങ്ങൾ അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. ഒരു 5 മണിയാവുമ്പം അപ്പോഴാണ് നല്ല തണുപ്പുണ്ട്, ഒരു ചെറിയ തണുപ്പുണ്ട്. അപ്പം നിങ്ങൾ എന്താ ഓർത്തു? ഒന്നോടൊന്ന് കിടന്നേക്കാമെന്ന് ഓർത്തു. പുതപ്പൊക്കെ അങ്ങോട്ട് തലവഴി മൂടി ഒരു കിടപ്പുണ്ട്. ആ കിടപ്പിൽ നിങ്ങളുടെ ആകൃതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാ ഗർഭസ്ഥ ശിശു കിടക്കുന്ന പോലെയാ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഇതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കും. അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ നോക്കിക്കോ. പിന്നെ ചിലര് നല്ല മരണം പ്രതീക്ഷിച്ച് വടി പോലെ കിടന്ന് പരിശീലിക്കുന്നുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, നോർമൽ ആൾക്കാരെ കുറിച്ചാണ്. നോർമൽ ആൾക്കാരെല്ലാം ഇങ്ങനെ കൂരിപ്പിടിച്ച് ഗർഭസ്ഥ ശിശു കിടക്കുന്ന പോലെ കിടക്കുക. കാരണം ഏറ്റവും സുഖകരമായ കിടപ്പ് അതാണ്. അങ്ങനെ സുഖകരമായ ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ഏറ്റവും സുഖം. അതുകൊണ്ടാണ് ഈ സുഖങ്ങളിലൂടെ സാത്താൻ നമ്മളെ പിടികൂടും. സുഖമായിട്ട് ജീവിക്കുക, ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക, ഇഷ്ടമുള്ളത് മാത്രം പറയുക, ഇഷ്ടമുള്ളത് മാത്രം കാണുക, ഇങ്ങനെ കണ്ടിരിക്കുക. കഷ്ടപ്പാടൊന്നും പാടില്ല. അധ്വാനിക്കരുത്, നിവൃത്തി ഉണ്ടെങ്കിൽ അധ്വാനിക്കാതെ എന്തെങ്കിലും ഒക്കെ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, 30 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു പരാതിയും പറയാതെ സുഭിക്ഷമായിട്ട് കഴിയുന്ന നാടാണ് ഈ കൊച്ചു കേരളം. നമ്മൾ ആകപ്പാടെ 3.5 കോടി ആൾക്കാരേ ഉള്ളൂ, 1/2 കോടി പുറത്താണ്. എന്നിട്ട് ബാക്കിയുള്ള 3 കോടിയുടെ കൂടെ ഈ 1/2 കോടി അന്യസംസ്ഥാന തൊഴിലാളികളാണ്. വരുന്നവർക്ക് ജോലിയുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയാവോ? കേരളം മുഴുവൻ രാജാക്കന്മാരായതുകൊണ്ട് ഇവിടെ എല്ലാവരും കൊട്ടാരം പണിയുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ജോലിയുണ്ട്. കൊട്ടാരം പണിക്കാരുടെ നാടാണ് കേരളം. അവരുടെ ഭാഷയിൽ അവർക്ക് ജോലിയുണ്ട്. ആ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 2.5 ലക്ഷം പേര് തൊഴിലില്ലായ്മ വേതനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുഖിമാന്മാരാ. സുഖമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന 300 രൂപയും മേടിച്ച് അത് കിട്ടുന്നെങ്കിൽ അത് വാട്ടെ, 300എങ്കിൽ 300, അങ്ങനെ അങ്ങ് പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതാണ് ഈ സുഖകരമായ ജീവിതം. അത് തന്നെ നമ്മളെ പല തിന്മകളിലേക്ക് നയിക്കുകയാണ്. ഇപ്പോ സ്നേഹത്തിന് വേണ്ടിയിട്ടൊക്കെ ദാഹിക്കാത്ത ആരുണ്ട്? എല്ലാവർക്കും സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. ആർക്കെങ്കിലും ആഗ്രഹിക്കുന്ന അത്രയും സ്നേഹം കിട്ടിയെങ്കിൽ എന്നോടൊന്ന് പറയണേ, എനിക്കൊരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടാ. എല്ലാവരും സ്നേഹം പ്രതീക്ഷിച്ച് പരാതിയോട് പരാതി. എന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭാര്യ സ്നേഹിക്കുന്നില്ല, പിള്ളേര് വലുതായപ്പോൾ അവര് സ്നേഹിക്കുന്നില്ല, എല്ലാവർക്കും സ്നേഹിക്കുന്നില്ല, ചിലർക്ക് വിചാരിച്ചും സ്നേഹിക്കുന്നില്ല, ചിലർക്ക് പിതാവ് മെത്രാൻ സ്നേഹിക്കുന്നില്ല, എല്ലാം പരാതികളാണ്. പലപ്പോഴും നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തെ സുഖമായിട്ട് തെറ്റിദ്ധരിക്കും. അവിടെയാണ് ഈ കുഴപ്പം. നമ്മൾ സ്നേഹത്തെ സുഖമായിട്ട് തെറ്റിദ്ധരിക്കും. ഈ സുഖകരമായ വർത്തമാനം പറയുന്നവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഖകരമായ വർത്തമാനം പറയുക, സുഖകരമായിട്ട് ഇടപെടുക. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആള് പരുക്കനായിരിക്കും, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും. എന്നാ ചെയ്യാനാ? പണ്ടൊരിക്കൽ ഒരു സഹോദരി
സർക്കാർ ഉദ്യോഗസ്ഥയാണ്, സഹോദരനും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സഹോദരൻ ബുദ്ധിജീവി ടൈപ്പാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ ചിരിക്കത്തില്ല. ചിരിക്കണമെങ്കിൽ നമ്മുടെ കവിളത്ത് 23 പേശികളുണ്ട്, അത് പ്രവർത്തിക്കത്തില്ല പുള്ളിയുടെ. അതുകൊണ്ട് എപ്പോഴും സീരിയസ് ആണ്. എപ്പോഴും പത്രം വായിക്കും. നേരെ പിടിച്ച് വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം തലതിരിച്ച് പിടിച്ച് വായിക്കും. കാരണം മുഖം തല പത്രത്തിനകത്തുനിന്ന് എടുക്കുകയില്ല, കാരണം എടുത്താൽ പലരെയും കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എപ്പോഴും പത്രം വായനയൊക്കെയാണ്. അപ്പം നമ്മുടെ ഭാര്യയാണെങ്കിൽ ഇച്ചിരി സാരി ഉടുക്കാൻ താല്പര്യമുള്ള, ഇച്ചിരി വർത്തമാനം പറയാൻ താല്പര്യമുള്ള ഒരു ഭാര്യ. ഇയാളെയും കൂടെ ഒരുമിച്ച് ചേർത്ത കർത്താവിന് സ്തോത്രം. അതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം ഈ ലോകത്തില്. ഒത്തിരി വർത്തമാനം പറയാൻ ആഗ്രഹമുള്ള ഒരു ഭാര്യയും ബുദ്ധിജീവിയായ ഒരു ഭർത്താവും. ഭാര്യയാണെങ്കിൽ രാവിലെ പുതിയ സാരിയൊക്കെ ഉടുത്ത് ഭർത്താവിന്റെ മുമ്പിൽ കൂടെ തെക്ക് വടക്ക് നടക്കുക. ഒരു നല്ല വർത്തമാനം ഇയാൾ പറയട്ടെന്ന് ഓർത്താണ്. ഇയാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പത്രം താഴ്ത്തി നോക്കുക. ഇവളെന്തിനാ ഈ നടക്കുന്നത്, ഇവക്ക് അവിടെ അങ്ങനെ ഇരിക്കരുതോ, എന്തിനാ ഈ ആരോഗ്യം കളയുന്നത്. പുള്ളിക്ക് അത്രയൊക്കെ ചിന്ത വരുന്നുള്ളൂ. അവസാനം സഹികെട്ട് അവള് വന്ന് അയാളോട് ചോദിക്കും, എങ്ങനുണ്ട്? ഇയാള് ചോദിക്കും, എന്തുവാ? ഉടനെ അവള് പറയും, സാരി എങ്ങനെയുണ്ട്? ഉടനെ അയാൾ അതാണോ, അത് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് സാരി പിടിച്ചു നോക്കിയിട്ട് പറയും, ഇത് പെട്ടെന്ന് കീറി പോകുന്ന സാധനമാണെന്ന് തോന്നുന്നു. അതൊക്കെ ആർക്കും കേൾക്കണം? ഞാനിത് ഉടുത്തിട്ട് മഴവില്ലു പോലാണോ കാവടി പോലാണോ ഇരിക്കുന്നത്? അതാണ് ഇയാളുടെ വായിൽ നിന്ന് ഇവൾക്ക് വേണ്ടത്. കല്യാണം കഴിച്ച് ഇത്രയും വർഷമായെങ്കിലും ഇവൾ ഇത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അയാളെ വളർത്തിയത് എന്തോ ബുദ്ധിജീവി ഫാക്ടറിയിലാണ് അയാളെ വളർത്തിയിരിക്കുന്നത്. അതേസമയം ഇവള് ഓഫീസിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അവിടെ സുഖപ്പീര് വർത്തമാനം പറയുന്ന നമ്മുടെ ലോലൻ ചേട്ടൻ കാത്തിരിപ്പുണ്ട് കേട്ടോ. ലോലൻ ഇങ്ങനെ, ഒയ്യോ ഇതെന്നാ സാരിയാ, എന്റെ തമ്പുരാനെ കളറ്, ഒയ്യോ എന്നൊക്കെ പറഞ്ഞ്, മഴവില്ലിന്റെ കളറാണെന്നൊക്കെ പറഞ്ഞ് അയാള് കാര്യമായിട്ട് ഈ സുഖത്തിന്റെ വർത്തമാനങ്ങൾ പറയും. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കഥാനായികയ്ക്ക്. അതുകൊണ്ട് അയാൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരം നല്ലൊരു കരിമീൻ വറുത്തതൊക്കെ അങ്ങോട്ട് കൊടുക്കും. കഴിക്കുക. ഭർത്താവിന് മത്തി വറുത്തതാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. പുള്ളി പിന്നെ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല പോഷകാഹാരം എന്നൊക്കെ ഗൂഗിളിനകത്തൂടെ കണ്ടുപിടിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മത്തിയുമായി അദ്ദേഹം പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കഥാനായികയ്ക്ക് പനിയും ജലദോഷവും ഒക്കെയായി തിരുവല്ല പുഷ്പഗിരിയിൽ അഡ്മിറ്റായി കേട്ടോ. എന്നിട്ടെന്താ, ലോലൻ ചേട്ടന് പല പ്രാവശ്യമായി ഇവൾ മെസ്സേജ് അയച്ചു. റൂം നമ്പർ ഇത്ര, വിസിറ്റിംഗ് അവേഴ്സ്, ഡൗൺ വിത്ത് ഫീവർ, ഡൗൺ വിത്ത് ഇത് അസുഖം. ലോലനെ അവിടെ അങ്ങും കണ്ടില്ല കേട്ടോ. ലോലൻ പുതിയ സാരികളും പുതിയ കരിമീനുകളും ഒക്കെ തേടിപ്പോയി. അതേസമയം നമ്മുടെ ബോറൻ ഭർത്താവുണ്ടല്ലോ, രാവിലെ കട്ടൻ ചായയും റസ്കും, ഉച്ചയ്ക്ക് പൊടിയരിക്കഞ്ഞിയും പിന്നെ അച്ചാറും, 4 മണിയാകുമ്പോൾ വീണ്ടും കട്ടൻ ചായയും ബിസ്ക്കറ്റും, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പൊടിയരിക്കഞ്ഞിയും ഇതൊക്കെ ആയിട്ട് കൃത്യമായി വരികയും ഭക്ഷണം കഴിക്കുന്നോടം വരെ അവിടെ ഇരിക്കുകയും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പാത്രം തുടച്ച് അതേപടി പോവുകയും ചെയ്യുമായിരുന്നു. ഏതായാലും അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, കെട്ടിയോൻ ഈ സുഖപ്പീര് വർത്തമാനം പറയത്തില്ലെന്നേ ഉള്ളൂ, ഇയാൾക്കാണ് എന്ത് സ്നേഹം. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഈ സ്നേഹത്തെ സുഖമായിട്ട് തെറ്റിദ്ധരിക്കും. അത് വലിയ മണ്ടത്തരം കേട്ടോ. ചിലപ്പോൾ പലർക്കും ഈ സ്നേഹിക്കാൻ അറിയത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് സ്നേഹിക്കാൻ അറിയാവോ? നിങ്ങളെല്ലാവരും വൈകുന്നേരം വീട്ടിൽ ചെന്ന് കണ്ണാടി നോക്കണം. നിങ്ങളുടെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും എന്തേലും തോന്നുമോ? ഒരു സ്നേഹമോ ഒരു കാരുണ്യമോ ഒരു വാത്സല്യമോ വല്ലതും തോന്നുമോ? നമുക്കൊക്കെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും വലിയതായിട്ട് സ്നേഹിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. സ്നേഹത്തിന് വേണ്ടിയിട്ട് ദാഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, സ്നേഹിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അതങ്ങ് തിരിച്ചറിഞ്ഞേക്കുക. ഞാൻ പണ്ട് ഒരു പള്ളിയിൽ ഒരു കൊച്ചച്ഛനായിരുന്നപ്പോൾ, 10-20 വർഷം മുമ്പാ കേട്ടോ, കൊച്ചച്ഛനായിരുന്നപ്പോഴത്തേക്കും അവിടെ ഒത്തിരി മക്കളുള്ള ഒരു അമ്മയുണ്ട്. അങ്ങനത്തെ അമ്മമാരൊക്കെ ഇപ്പൊ കുറവാ. അപ്പൊ അതിനകത്തെ ഇളയ മകൻ, അവൻ എഞ്ചിനീയറോ മറ്റോ ആണ്. അവന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊച്ചച്ഛൻ ഈ വല്യമ്മച്ചിമാരുടെ ഒക്കെ വലിയ സുഹൃത്താന്ന് കേട്ടിട്ടുണ്ട്. അവൻ എന്നെ കളിയാക്കുക. ഞാൻ പറഞ്ഞു, അതെ, നിനക്കിപ്പോ എന്നാ വേണം? അതല്ല, എൻ്റെ അമ്മയെ ഒന്ന് ഉപദേശിക്കാവോ? ഇതാണ് അവൻ ചോദിക്കും. ഞാൻ ചോദിച്ചാൽ എന്നാ പറ്റി, അമ്മയ്ക്ക് എന്നാ പറ്റി? എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, ഞങ്ങളുടെ അമ്മ മക്കളെല്ലാം അമ്മയെ പേടിച്ച് കുടുംബ വീട്ടിൽ നിന്നും മിനിമം 50 കിലോമീറ്റർ എങ്കിലും അകലെ വീട് വെച്ച് സ്വസ്ഥമായി കഴിയുകയാണ്. അവർക്ക് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി സ്വപ്നമാണ്. പക്ഷെ അമ്മയെ വന്ന് കൃത്യമായി അന്വേഷിച്ചൊക്കെ പോകും.
ഒരു ദിവസം പോലും താമസിക്കാൻ ധൈര്യമില്ല. അത്ര നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് അമ്മയുടേത്. അമ്മയാണ് ഒറ്റയ്ക്ക് മക്കളെ എല്ലാം വളർത്തിയ ഒരു അമ്മ. അപ്പനൊക്കെ പണ്ടേ മരിച്ചുപോയി. ഇളയവൻ അവൻ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കായിരുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുകയാണ്, കഷ്ടകാലത്തിന് ഇവൻ കല്യാണം കഴിച്ചു കേട്ടോ. കല്യാണം കഴിച്ചതാണെങ്കിൽ ഒരു എഞ്ചിനീയർ പെങ്കൊച്ചിനെയാണ് കല്യാണം കഴിച്ചത്. അമ്മച്ചിയുടെ വിദ്യാഭ്യാസം കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ രേഖകളിലില്ല. എത്ര ക്ലാസ് പഠിച്ചത്, 4ാം ക്ലാസ് എന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ എഞ്ചിനീയർ പെണ്ണിനെ നമ്മുടെ അമ്മച്ചി കുറെ 2-3 ആഴ്ചയൊക്കെ നോക്കി. പറ്റിയല്ല, കാരണം അവള് വലിയ പത്രാസുകാരിയാ. അവളെ കൊണ്ട് ഇവിടെ പറ്റിയല്ല. ഉടനെ തന്നെ അമ്മ ഓർഡർ ഇട്ടു, നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവളെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോ, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചോ, അവളുമായിട്ട് വേണ്ട, അല്ലെങ്കിൽ രണ്ടും കൂടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടന്മാരെല്ലാവരും കൂടെ സഹായിച്ച് അയലോക്കത്ത് തന്നെ ഒരു വീടൊക്കെ എടുത്ത്. കാരണം അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ, അമ്മയെ അന്വേഷിക്കണ്ടേ, നല്ല മക്കളാ, സ്നേഹമുള്ള മക്കളാ. അപ്പോൾ അങ്ങനെ വാടകയ്ക്കൊക്കെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത്രയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, എടാ നമ്മൾ ഇടപെടേണ്ട കേസാണല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനൊരു ദിവസം ഈ അമ്മച്ചിയെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അവിടെ ചെന്നു. ഞാൻ ചെന്നപ്പോഴേ അമ്മച്ചി ചട്ടയും മുണ്ടൊക്കെ ഉടുത്ത് മുണ്ടൊക്കെ അങ്ങോട്ട് തെറുത്ത് കയറ്റി മടലൊക്കെ ഒടിച്ച് വിറകാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാപ്തയായ അമ്മച്ചിയാണ്. ആ നേരത്തെ ഞാൻ ചെല്ലുന്നത്. എന്നെ കണ്ടപാടെ അങ്ങോട്ട് വരികയും കൊച്ചച്ഛനെ കണ്ട് ഒത്തിരി കാലം ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൈക്കിട്ടൊക്കെ കുറെ ഇടി അങ്ങോട്ട് തന്നു. എന്നിട്ട് എന്നോട് പറയാ, നല്ല ഉരുപ്പടിയാടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഓ കുഴപ്പമില്ല, ഉറക്കമില്ല, വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇടിച്ചും കുത്തിയും എല്ലാം വീടിനകത്ത് കയറ്റി. പിന്നെ ആ പള്ളിയിൽ ഇതിനു മുമ്പിരുന്ന സർവമാന വികാരിച്ചന്മാരെയും കുറ്റോട് കുറ്റം ഉള്ള ചീത്തയെല്ലാം പറഞ്ഞ് എന്നെ കേൾപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അകത്തന്നെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി ഒന്നാന്തരം കപ്പയും നല്ല കോഴിക്കറിയും കേട്ടോ. നല്ല കൈപ്പുണ്യമുള്ള അമ്മച്ചിയാ. അയ്യോ, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ഈ നോമ്പ് കാലത്ത് വല്ലാണ്ട് വരുന്നു കേട്ടോ. നല്ല ഭക്ഷണം. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് 2 കുത്തുകൂടെ തന്ന്, കഴിക്കുക കന്യാസ്ത്രീകൾ വല്ലതും ഉണ്ടാക്കി തരുമെന്ന് ഒരു സിസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ മറന്നുപോയായിരുന്നു. ആ വെട്ടവിൽ അവർക്കിട്ടും 2 എണ്ണമൊക്കെ കൊടുത്ത് കഴിപ്പിക്കുകയാണ്. കഴിച്ചെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരുമാതിരി വയറ് നിറഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്നാലും എൻ്റെ അമ്മച്ചി ആ മക്കളെയൊക്കെ ഇങ്ങനെ അങ്ങ് ഓടിച്ചത് ശരിയായോ? അമ്മച്ചി ഉടനെ വീണ്ടും മുണ്ടെല്ലാം തെറുത്ത് കയറ്റി സംഹാര രുദ്രയായി എന്നോട്, ആരാ അച്ഛനെ കുറിച്ച് എന്നോട് പരാതി പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഈ നാട്ടുകാരെല്ലാം പറഞ്ഞു വെച്ചാ? ഞാൻ പറഞ്ഞു, ഇല്ല. പിന്നെ ആരാ അച്ഛനോട് എന്നെ കുറിച്ച്? ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ മകൻ തന്നെയാ. എന്നാ അവരോട് പറഞ്ഞേര്, ഞാൻ ഇനിയും വഴക്ക് പിടിക്കും എന്ന് പറഞ്ഞേര്. അവനൊക്കെ എൻ്റെ മക്കളാച്ചാ എന്നോട് പറയുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ അമ്മച്ചിക്ക് സ്നേഹിക്കാൻ അറിയാവുന്നത് ഈ വഴക്ക് പിടിച്ചൊക്കെ ഉള്ളൂ. വഴക്ക് പിടിച്ച് സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ. അവർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല, ആപ്പാടെ അറിയാതെ വഴക്ക് പിടിക്കാനാ. സ്വന്തക്കാരോടെല്ലാം ഭയങ്കര വഴക്ക്, അങ്ങനെ അറിയത്തുള്ളവർക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ അമ്മച്ചി സ്നേഹിക്കാൻ അറിയാവുന്ന ഇങ്ങനെയാ. ആദ്യം ശാരീരിക ഉപദ്രവം, അടി ഇടി കടിയും മാന്തും ഒക്കെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്, സൂക്ഷിക്കണം. പിന്നെ 2ാമത് മാനസിക ഉപദ്രവം, കുറ്റോട് കുറ്റം പറയുക. 3ാമത് നല്ല ഭക്ഷണം. എനിക്കതിൻ്റെ ആ ക്രമം കൃത്യമായി മനസ്സിലായതുകൊണ്ട് ഞാൻ കൂടെ വികാരിച്ചൻ അറിയാതെ ആ വീട്ടിൽ പോവുകയും ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ സഹിച്ചു നിൽക്കുകയും 3ാമത്തെ ഘട്ടത്തിൽ മഹത്വം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണം കഴിപ്പ്. അവസാനം അവൻ എന്നോട് പിണങ്ങി, ഈ അച്ഛൻ ഫുഡ് കണ്ടാൽ ബാക്കിയെല്ലാം മറക്കും. ഇപ്പൊ അച്ഛനകത്തെ ആളായി, ഞാൻ പിന്നെയും പുറത്തു തന്നെയാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എടാ മോനെ, ദൈവം നിനക്ക് ബുദ്ധി തന്നത് റോക്കറ്റ് ഉണ്ടാക്കാനും കമ്പ്യൂട്ടറെ പണിയാനും മാത്രമല്ല, നിന്റെ അമ്മ നിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കൂടിയാണ്. ഈ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. ഇപ്പൊ എന്നാ ചെയ്യാനാ? നമുക്കതിനെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ല. അതിനെ കൂടെ കൊണ്ടു നടന്ന് അത് സ്നേഹിക്കുന്ന രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കണം എന്നൊക്കെ അവനെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തി. എനിക്ക് തോന്നിയത് ഇതാണ്, പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒരു പരിത്യാഗത്തിന്റെ അനുഭവം തന്നെയാണ്. സ്നേഹമുള്ളവൻ ഉരുകി തീരുകയാണ്, അല്ലെ?
സ്നേഹം എന്ന് പറഞ്ഞ സുഖത്തിന്റെ അവസ്ഥയാണോ? എനിക്ക് സംശയം. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ സുഖമില്ലെങ്കിലും ജീവിക്കും. സുഖമുള്ളവര് സ്നേഹം ഇല്ലെങ്കിൽ അവിടെ ജീവിക്കുകയല്ല. അതാണ് അതിന്റെ വ്യത്യാസം. സ്നേഹമുള്ളിടത്തല്ല സുഖം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ സുഖകരമായിരിക്കണം നിർബന്ധമില്ല. പക്ഷെ സ്നേഹവും സന്തോഷവും ഉണ്ടെങ്കിൽ എന്തൊരു രസമായിരിക്കും അവിടെ. അവിടെ സുഖകരമായ കട്ടിൽ കാണുകയില്ല, നല്ല വീട് കാണുകയില്ല, ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒത്തിരി വർത്തമാനം പറയുന്ന, ഒത്തിരി സ്നേഹിക്കുന്ന, മുഖത്തോട് മുഖം നോക്കി കൊള്ളാമെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ചില വീടുകളിലൊക്കെ ചെന്നാ ഉണ്ടല്ലോ, മരിച്ച ആത്മാക്കളാണ് അതിനകത്ത് നിറയെ. വലിയ മാളിക വീടൊക്കെയാണ്. നമ്മൾ 2-3 പ്രാവശ്യം മണിയൊക്കെ അടിച്ചു കഴിയുമ്പം ഒരു തല ഇങ്ങനെ നീണ്ടുവരും. എന്താ? അല്ല, ഞാൻ ഈ പള്ളിയിലെ വികാരിയച്ഛനാ. ഓ അത് ശരി. എത്ര നാളായി വന്നിട്ട്? 2 വർഷമായി. ഓ അത് ശരി. 2 വർഷമായിട്ട് പള്ളി വരാത്ത പാർട്ടികളാ. എന്താ വന്നേ? അല്ല എല്ലാരും ഒന്ന് കാണാനാ. ഓ കാണാനാണോ? അത് ശരി. എന്നാ വന്ന് പറഞ്ഞിട്ട് അത് തുറത്ത് അവിടെ ഇരിക്കും. പിന്നെ ആ ആത്മാവിനെ കാണുകയില്ല. കുറെ നേരം കഴിയുമ്പോൾ വേറൊരു ആത്മാവ് വരും. ഇതേ ക്യൂസ് പ്രോഗ്രാമാണ്. എന്താണ്, ആരാണ്, എവിടുന്നാണ്? അപ്പൊ അതും കുറച്ചു നേരം കഴിയുമ്പോൾ കാണത്തില്ല. പിന്നെ 3-മതൊരാൾ വരും, അതിനും കാണത്തില്ല. അപ്പൊ പിന്നെ അച്ഛൻ കപ്പ്യാരച്ചനോട് പറഞ്ഞു, കപ്പ്യാരച്ച ആ ഒപ്പീസ് പുസ്തകം ഇങ്ങനെ എടുത്തോ, നമുക്ക് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലാം. കാരണം ഇവിടെങ്ങും ജീവനില്ല, സ്നേഹമുള്ള മനുഷ്യര് അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ സ്നേഹമുണ്ടോ? അതൊന്ന് ചിന്തിക്കണം കേട്ടോ. നിങ്ങളിന്ന് വൈകുന്നേരം വീട്ടിൽ പോയി ആ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഒരുമിച്ചിരുന്നൊക്കെയാണോ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കണ്ണിൽ നോക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം, എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം. നമുക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ഇഷ്ടമുള്ള മനുഷ്യരൊന്നുമല്ല നമ്മുടെ ചുറ്റും. എന്നാലും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നു, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നു. ഇന്ന് നിങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം വീട്ടിൽ വഴക്കുണ്ടാക്കാനായിട്ടുള്ള പോയിന്റുകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന 100-200 പേര് ഇതിനകത്തുള്ളതായിട്ട് എനിക്കൊരു ദർശനം കിട്ടുന്നുണ്ട് കേട്ടോ. അത് ശരിയല്ല. ഇന്ന് അവർ വഴക്ക് പിടിക്കാൻ പാടില്ല. സ്നേഹവർത്തമാനം പറഞ്ഞ് കിടന്നുറങ്ങണം. കൊള്ളാമെന്ന് പറയണം കേട്ടോ. വീട്ടിൽ ചെന്ന് കെട്ടിയവനെ കാണുമ്പോൾ ഭാര്യമാരൊക്കെ പറയണം കൊള്ളാം എന്ന് പറയണം. ഉടനെ ഭർത്താവ് ചോദിക്കുക എന്തോ കൊള്ളാവുന്നത്? എല്ലാം കൊള്ളാം. അതുപോലെ ഭർത്താക്കന്മാരും ഭാര്യക്കാരോട് പറയണം നന്നായിരിക്കുന്നു എന്ന് പറയണം. ഒരു വാക്ക് നല്ലതൊക്കെ പറയണം. പലപ്പോഴും ഇതൊന്നും ഇല്ല സഹോദരങ്ങളെ. നമ്മളെല്ലാം വലിയ സീരിയസ് പാർട്ടികളാണ്. എല്ലാവരും ഭാവിയെ ലക്ഷ്യം വെച്ച് വലിയ വലിയ പ്ലാനുകളും പദ്ധതികളുമായി ജീവിക്കുകയാണ്. നാളെ പട്ടിണിയാവുമല്ലോ എന്നോർത്ത് ഇന്നേ ഭക്ഷണം കഴിക്കാത്ത മനുഷ്യരുണ്ട്. നാളെ പട്ടിണിയാവുമല്ലോ എന്നോർത്ത് ഇന്നത്തെ ഭക്ഷണം ഇറങ്ങുന്നില്ല കുറെ പേർക്ക്. ആശങ്കയാണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണം, നല്ല കാര്യങ്ങളൊക്കെ പറയണം, എന്നിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങണം, ദൈവത്തെ സ്തുതിക്കണം. ഇതൊക്കെയല്ലേ ആത്മീയ ജീവിതം? ഇതൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം? നമ്മുടെ ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, അവർക്ക് നമ്മുടെ ആത്മീയതയൊന്നും മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥന ചൊല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അതെല്ലാം കൃത്യം പപ്പായും മമ്മിയും ചെയ്യുന്നുണ്ടെന്ന് അവനറിയാം. പക്ഷെ അവൻ ഒരു ഭയങ്കര കൺഫ്യൂഷൻ. എന്നാന്നറിയോ? ഈ പപ്പായും മമ്മിയും പള്ളിയിൽ പോയി വലിയ പാട്ടുമൊക്കെ പാടി പ്രസംഗം എല്ലാം കേട്ട് പ്രാർത്ഥനയെല്ലാം ചൊല്ലിയിട്ട് വീട്ടിൽ വന്നാ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ യുദ്ധോട് യുദ്ധം. ഇത് രണ്ടും കൂടെ നമ്മുടെ പിള്ളേർക്ക് ഒരുമിച്ച് വായിക്കാൻ വലിയ പാടാ. അതുകൊണ്ട് സ്നേഹത്തിന്റെ അനുഭവം വേണം. സുഖമില്ലാത്ത സാഹചര്യങ്ങളിലും സ്നേഹം പങ്കുവെക്കാനും സ്നേഹം പകർന്നു കൊടുക്കാനും സാധിക്കുന്ന സൗഖ്യത്തിന്റെ ഒരു അനുഭവം നമുക്ക് വേണം. നമ്മുടെയൊക്കെ പലപ്പോഴുടെയും ജീവിതങ്ങളിൽ ഈ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അവിശ്വസ്തതകളൊക്കെ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? സുഖം തേടി പോവുകയാണ് മനുഷ്യൻ. സുഖം തേടി പോവുകയാണ്. പക്ഷെ ജീവിതം സുഖകരമല്ല. അവിടെയാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വചനം, ആരെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനത് നശിപ്പിക്കും. ആരെങ്കിലും അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിലോ അവനത് നേടും. അതാണ് ജീവിതത്തിന്റെ രഹസ്യം. ഏറ്റവും വിജയകരമായ ജീവിതത്തിന് ഒരു ചുരുക്കെഴുത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനമാണിത്. ആരെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കളയും, അത്
നമ്മൾ പ്രിയപ്പെട്ടവരെ സുഖകരമായി ജീവിക്കാനല്ല ആഗ്രഹിക്കേണ്ടത്. ഒരു മെഴുകുതിരി പോലെ ഉരുകി 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 തീരാനായിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരം എന്താണെന്ന് അറിയാമോ? ജീവിതം അടിപൊളിയാണ്. മണ്ടത്തരം അത്. ജീവിതം അടിപൊളിയല്ല. ജീവിതം ഒരു വലിയ ബലിയുടെ അനുഭവമാണ്. നമ്മുടെയൊക്കെ ചില അമ്മച്ചിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. പണ്ട് കാലത്ത് കേട്ടോ, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഈ വിറകിനോടൊക്കെ മല്ലടിച്ച് ഊതി ഊതി കത്തിച്ച് അമ്മയുടെ വെളുത്ത മുഖമൊക്കെ കറക്കും ഒരു 8 മണിയാവുമ്പോൾ. എന്നിട്ട് അമ്മ മക്കൾക്കെല്ലാം 7-8 മക്കളൊക്കെ ഉണ്ട്, അവർക്കെല്ലാം വിളമ്പി വെച്ച് അവരൊക്കെ തിന്നുമ്പം ഈ അമ്മയുടെ ഒരു വലിയ സന്തോഷം ഉണ്ടല്ലോ, വലിയ ഒരു സന്തോഷം. അതല്ലേ പ്രിയപ്പെട്ടവരെ ഈ കത്തി എരിയുമ്പോഴുള്ള ഒരു തെളിച്ചം? അതാണ് ജീവിതം. അല്ലാതെ ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. സുഖത്തിന്റെ പിന്നാലെ പോയാൽ സാത്താൻ നമ്മളെ പിടികൂടും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെയൊക്കെ സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം, ഒത്തിരി നശിച്ചു പോകുന്നതിന്റെ ഒരു കാരണം നമ്മുടെ ഉള്ളിൽ ഈ സുഖം തേടിപ്പോയുള്ള മദ്യവും മദ്യപാനവും അതുപോലെ മയക്കുമരുന്നുകളും ഒക്കെയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പക്കാര് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് നശിച്ചു പോകുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഒരു പിടിയില്ല നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്. ചിലപ്പോഴൊക്കെ ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ മയക്കുമരുന്നൊക്കെ കണ്ടെത്തി മാതാപിതാക്കളെ വിളിക്കുമ്പം അവരങ്ങ് കണ്ടെത്തി അച്ഛനോട് ചൂടാവുക. എൻ്റെ കൊച്ചങ്ങനൊന്നും ചെയ്യത്തില്ലെന്നാണ് അവര് പറയുന്നത്. അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പോലും സാധിക്കുന്നില്ല. അതുപോലെ ഈ മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുകളിലെല്ലാം അകപ്പെട്ട് നമ്മുടെ എത്ര കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പട്ടണങ്ങൾ പലതും ക്രൈസ്തവ പട്ടണങ്ങൾ നമുക്ക് എത്രയുണ്ടായിരുന്നു. ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പട്ടണം ഉൾപ്പെടെ 1887 ലവീഞ്ഞ് പിതാവ് കോട്ടയത്തു നിന്ന് 1891 അദ്ദേഹം ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ചങ്ങനാശ്ശേരി പട്ടണത്തിൽ അന്ന് 10,000 കത്തോലിക്കരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത്. ഇന്ന് ചങ്ങനാശ്ശേരി പട്ടണം ആരുടെ കയ്യിലാ? നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആര് കൊണ്ടുപോയി? നമ്മുടെ സ്ഥലങ്ങളൊക്കെ ആര് കൊണ്ടുപോയി? എല്ലാത്തിൻ്റെയും കാരണം അന്വേഷിച്ച് ചെല്ലുമ്പം അവിടെ ഈ കുപ്പിയുണ്ട് കേട്ടോ. മദ്യപിച്ച് കുടുംബങ്ങൾ നശിപ്പിച്ച ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ സുഖത്തിനോട് പോരാടാനുള്ള ഒരു വലിയ ആഗ്രഹം നമുക്ക് വേണം. സുഖത്തിനോട് പോരാടാൻ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പുകാലം നമ്മളെ സഹായിക്കുന്നത്. നമ്മളോട് പറയും ഉപവാസം അനുഷ്ഠിക്കണം, അതുപോലെ മാംസവർജനം നടത്തണം, മത്സ്യം ഉപേക്ഷിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെയൊക്കെ സമൂഹത്തിൽ കുറച്ചും കൂടെ അത് ചെയ്യുന്നു വിചാരിക്കുന്നത്. ഞങ്ങൾ കത്തോലിക്കര് ഞങ്ങൾ തമാശ പറയും, ഞങ്ങൾ നോമ്പ് നോക്കത്തേ ഉള്ളെന്നാ പറയുന്നത്. വല്ലോരും അനുഷ്ഠിക്കുന്നത് ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കും, അത്ര തന്നെ. അല്ലാതെ നോമ്പൊക്കെ നല്ല വരാല് കിട്ടിയാൽ മാറുന്ന നോമ്പാണ് ക്രിസ്ത്യാനിയുടെ നോമ്പ്. എൻ്റെ അച്ഛൻ പറയുന്ന കേട്ട് ഞാൻ നോമ്പ് നോക്കാൻ തുടങ്ങിയതാ. എന്നിട്ട് എന്നാ പറ്റിയടാ? അതെ, ഞങ്ങളുടെ തോട് വറ്റിച്ചപ്പോൾ നല്ല വരാല് കിട്ടി, അതോടുകൂടി ഫ്ലാറ്റായി കത്തോലിക്കൻ, അവന്റെ നോമ്പ് തീർന്നു. പലപ്പോഴും നമുക്ക് നോമ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഉൾക്കരുത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു പരിശീലനമാണ് നോമ്പ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മുടെ പിള്ളേർക്കൊക്കെ അല്പം ബീഫ് ഒലത്തിയതൊക്കെ കൊടുത്തില്ലെങ്കിൽ കൊച്ചിനെ ഇറങ്ങുമോ അച്ഛാ? ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇച്ചിരി ബീഫ് അങ്ങ് ഒലത്തി കൊടുക്കും. ഒലത്തി കഴിയുമ്പോൾ അത് വെന്തോന്ന് ഞാൻ തന്നെ അങ്ങ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതോടെ എൻ്റെ നോമ്പും പോയി. പിന്നെ വീട്ടിലെ പപ്പായ്ക്ക് നോമ്പുകാലം എന്ന് പറയുന്ന ഒരു കാലം ഇല്ല. അദ്ദേഹത്തിന് ധനഹാക്കാലം കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഉയിർപ്പ് കാലമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു കാലമില്ലെന്നാണ് പുള്ളി പറയുന്നത്. ആരാധനാക്രമ കാലമില്ല. അതാണ് നമ്മുടെ ക്രിസ്ത്യാനിയുടെ നോമ്പ്. നമ്മൾ എന്നിട്ട് വേറെ വല്ലൊരു നോമ്പ് നോക്കുന്നൊക്കെ, അയ്യോ അവര് 12 മണിക്കൂർ തുപ്പലിറക്കത്തിൽ നമ്മൾ വാചോടിക്കും. പക്ഷെ നമ്മളെല്ലാം ഇറക്കും. കാരണം നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിവില്ല. ജീവിതത്തിൽ സന്യാസത്തിന്റെ അരൂപിയില്ലാത്തവൻ പരാജയപ്പെടും. അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്കുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒരൊറ്റ മത്സര പരീക്ഷ എഴുതി ജയിക്കാനുള്ള ധൈര്യം നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേർക്കുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇന്ന് തലയില്ലാഞ്ഞിട്ടാണോ അവർക്ക്? തലയുണ്ട് നമ്മുടെ പിള്ളേർക്ക്. ക്രിസ്ത്യാനിയുടെ തല നല്ല തല തന്നെ, നല്ല തലച്ചോറ. പക്ഷേ
ഒരു ബുദ്ധിമുട്ടുള്ള പരീക്ഷ കഷ്ടപ്പെട്ടൊന്നും ഇരുന്ന് പഠിച്ച് അതൊന്ന് എഴുതി ഒരു സർക്കാർ സർവീസിലൊക്കെ ഒരു ജോലി മേടിച്ച് ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ എത്ര നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമുണ്ട്. ഞാൻ കഷ്ടകാലത്തിന് ഒരിടത്ത് എന്നോട് പറഞ്ഞു, ചെറുപ്പക്കാരുടെ ഒരു മീറ്റിംഗ് ചെന്ന് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ട് നല്ല മാർക്കുള്ള കുട്ടികൾ പണമില്ലാത്തത് കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിതാവിൻ്റെ അടുത്ത് വന്ന് പറയണം. പിതാവ് ആരോടെങ്കിലും ഒക്കെ കാശ് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പം അപ്പോയിൻമെന്റ് എടുത്ത് ഒരു മഹാൻ വന്നിരിക്കുകയാണ്. പിതാവ് ഇന്നലെ കാശ് തരാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഉവ്വ. ഒരു 40 ലക്ഷം രൂപ വേണം. ഞാൻ ചോദിച്ചു ഞാൻ അതിനകത്തിനാ? കാനഡയ്ക്ക് പോവാനാ. അവന് കാനഡയ്ക്ക് പോയാൽ മതി. ഞാൻ പറഞ്ഞു മോനെ, പിതാവ് കാനഡ അല്ല ഉദ്ദേശിച്ചത്, കേരളയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നമുക്കൊരു 40,000 ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വിട്ടു. നമ്മുടെ പിള്ളേർക്കെല്ലാം എളുപ്പമുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടി നമ്മുടെ കുഞ്ഞുങ്ങളങ്ങ് പോവുക. എന്നിട്ട് നല്ല തലയുള്ള പിള്ളേര്, ഞാൻ കുറച്ചു നാൾ യൂറോപ്പിൽ ജീവിച്ചതാ, നമ്മുടെ നാട്ടിൽ നല്ല തലയുള്ള പിള്ളേര് അവിടുത്തെ പെട്രോൾ പമ്പിൽ വരെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെക്കാളും കാശ് കിട്ടും കേട്ടോ, ഇവിടുത്തെക്കാളും കാശ് കിട്ടും. നമ്മുടെ കുട്ടികൾക്കൊന്നും സഹോദരങ്ങളെ കുരിശെടുക്കാനുള്ള ധൈര്യമില്ലാണ്ടായി. കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുരിശില്ല. നമ്മൾ ഈ സുഖകരമായ സന്തോഷകരമായ എല്ലാവർക്കും ഇഷ്ടമുള്ള ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പോയി അവസാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ജീവിതത്തെ നേരിടാൻ ശക്തിയില്ലാതാകുന്നു. നമുക്ക് തുടങ്ങാം, ഈ നോയമ്പിൽ തുടങ്ങാം. നിങ്ങൾ ചോദിക്കും എത്രാമത്തെ വയസ്സിലാ പിതാവേ നോമ്പ് തുടങ്ങേണ്ടത്? ഞാൻ പറയും ജനിച്ചതിന്റെ പിറ്റേന്ന് തുടങ്ങിക്കോളാൻ പറയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ പരിശീലനം വേണം. നോമ്പ് നോക്കാൻ, ഉപവസിക്കാൻ, ചില ഭക്ഷണ സാധനങ്ങളോട് നോ പറയാൻ, ചില സ്വഭാവ രീതികളോട് നോ പറയാനായിട്ട് ആ കുഞ്ഞുങ്ങൾ പഠിക്കണം. ആത്മശക്തിയിൽ നിറയണം അവര്. അപ്പോൾ പരിത്യാഗത്തിന്റെ അരൂപി വരും. അവിടെ ആരെങ്കിലും സ്വന്തം ജീവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് നേടും. നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനത് നേടും എന്നുള്ള വചനം നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നെന്നറിയാമോ? അവിടുത്തെ പിശാച് അവിടുത്തെ ദേവാലയത്തിന്റെ ഗോപുര അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക. എന്തിനാ? അതെ, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അപ്പോൾ മാലാഖമാർ വന്ന് നിന്നെ കൈകളിൽ താങ്ങുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒന്ന് കാണട്ടെ, നീ ദൈവപുത്രനാണോ എന്നൊന്ന് കാണട്ടെ, ചാടിക്കോ. നമ്മളൊക്കെ ആണെങ്കിൽ ആഹാ നീ എന്നെ വെല്ലുവിളിക്കാനോടാ എന്ന് പറഞ്ഞ് എപ്പ ചാടിയെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. സ്വയം തെളിയിക്കാനുള്ള പ്രലോഭനമാണ് രണ്ടാമത്തെ പ്രലോഭനം. സ്വയം തെളിയിക്കാൻ, ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക, ഞാൻ മിടുക്കനായ മെത്രാനാണെന്ന് തെളിയിക്കുക, ഞാൻ ഒന്നാന്തരം വൈദികനാണെന്ന് തെളിയിക്കുക, ഞാൻ എൻ്റെ മുൻഗാമിയെ പോലെ അല്ല എന്ന് തെളിയിക്കുക, ഞാൻ ഭയങ്കര സ്മാർട്ടാണെന്ന് തെളിയിക്കുക, ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് തെളിയിക്കുക. അയ്യോ, നമ്മുടെ സഹോദരിമാരുടെയൊക്കെ ഏറ്റവും വലിയ പ്രലോഭനമാണ് സൗന്ദര്യം ഉണ്ടെന്ന് തെളിയിക്കുക. ആ ഒരൊറ്റ പ്രലോഭനത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം പുരോഗമിക്കുന്നത്. എന്നതാ? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. അതാണ് ഏറ്റവും ലാഭമുള്ള കച്ചവടം. അത് വർദ്ധിക്കാൻ കാരണം ഈ പ്രലോഭനം ശക്തമാ. സ്വയം തെളിയിക്കാൻ, പ്രായമാകുന്നില്ല എന്ന് തെളിയിച്ച് ഉള്ള ഡൈ എല്ലാം വാരി പൂശുന്നത് കൊണ്ട് എത്ര കമ്പനികളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഗോദ്രജ് പുണ്യാളാ കാത്തുകൊള്ളണമേ. എന്തിനാ ഇതെല്ലാം വാരി തേക്കുന്നത്? പ്രായമായില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടോ അബദ്ധത്തിൽ അങ്ങാണ്ട് കുളിച്ചു, നരച്ച മുടിയെല്ലാം ആരാണ്ട് കണ്ടു, ഉടനെ തലമൂടി നടക്കുക, തലവഴി മുണ്ടിട്ട് നടക്കുക. കാരണം എല്ലാം പ്രശ്ന. സ്വയം തെളിയിക്കാനുള്ള പ്രലോഭനം. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് മതിപ്പില്ലാത്തപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്വയം തെളിയിക്കാൻ. നമുക്കത് ഉപേക്ഷിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് എളുപ്പമാ. നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അയ്യോ വേണ്ടേ? വേണ്ട, തീർന്നു. അവിടെ തീർന്നു പ്രലോഭനം. എന്റെ വില നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്കെന്നും പ്രശ്നമാണ്. എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരവും 10 പ്രാവശ്യം പറയണം കേട്ടോ, എന്റെ വില നിങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, എന്റെ വില അല്ല ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നില്ലേ? അതാണ് അതിന്റെ കാര്യം. നമ്മുടെ ഒത്തിരി ടെൻഷൻ എന്നാണെന്നറിയാവോ? നമ്മുടെയൊക്കെ വില മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കുന്നത്. വല്ലവരും എന്നെ ആദരിക്കുന്നുണ്ടോ?
നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. നമ്മളൊക്കെ ഒരു വീട് പണിയുമ്പം പോലും ആവശ്യമുള്ള വീട് വല്ലതുമാണോ ക്രിസ്ത്യാനി പണിത് വെക്കുന്നത്? വലിയ കൊട്ടാരം പണിത് വെച്ച് പിന്നെയും കാശുണ്ട് ക്രിസ്ത്യാനിക്ക്. എന്നാ എടുക്കാന്നറിയോ? പടിപ്പുര പണിയുക. ഇപ്പൊ പുതിയതാണ്, വലിയ ഗേറ്റ് ഒക്കെ വെക്കും. നമ്മളാണെങ്കിൽ അങ്ങോട്ടെല്ലാം നോക്കി കുരിശ് വരയ്ക്കും. ഇത് പള്ളിയാന്നോർത്ത്. പള്ളിയല്ല, എല്ലാം വീടാ. ഗേറ്റ് വെക്കുക. ഇപ്പൊ ഓരോ കല്യാണക്കുറിക്ക് തന്നെ എന്നാ വിലയാന്നറിയാം. പ്രിയപ്പെട്ടവരെ, സ്വയം തെളിയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ലളിതമായിട്ട് അങ്ങ് ജീവിച്ചാൽ, ഉള്ളതിന് നന്ദി പറഞ്ഞങ്ങ് ജീവിച്ചാൽ സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല. ഈശോയുടെ രണ്ടാമത്തെ പ്രലോഭനം അതായിരുന്നു. വിജയിക്കാനും വെട്ടിപ്പിടിക്കാനും കൽപ്പിക്കാനും വിട്ടുകൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു വല്ലാത്ത പ്രലോഭനം ഉണ്ടല്ലോ. എത്രയോ ക്രിസ്ത്യാനികളാണ് വർഷങ്ങളായ വഴക്കുകളിൽ കഴിയുന്നത്. കാരണം എന്താ? തെളിയിച്ചു നിൽക്കുക. ഞാൻ നിന്നെ പാഠം പഠിപ്പിക്കാടാ. നീ എന്നാ ഓർത്തെ? നീ വിചാരിച്ച ടൈപ്പൊന്നുമല്ല. നിന്നെ ഞാൻ കോടതി കയറ്റി വിഷമിപ്പിക്കും. ഇങ്ങനെ ജയിച്ച് നമ്മൾ അങ്ങ് നിൽക്കുക. നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന, പള്ളിക്ക് പള്ളി, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ മറ്റുള്ളവന്റെ മുമ്പിൽ ജയിച്ചു നിൽക്കാനുള്ള പ്രലോഭനം. മൂന്നാമത്തെ പ്രലോഭനം എന്താണെന്നറിയാമോ? നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുമെങ്കിൽ ഈ കാണുന്ന പട്ടണങ്ങളെല്ലാം നിനക്കു ഞാൻ തരാം. സാത്താനെ ആരാധിച്ച് പണം ഉണ്ടാക്കാനുള്ള പ്രലോഭനമാണ് മൂന്നാമത്തെ പ്രലോഭനം. ഇത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാവുന്ന പ്രലോഭനമാണ്. എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാവുന്ന പ്രലോഭനമാണ്. സാത്താനെ ആരാധിച്ച് പണം ഉണ്ടാക്കുക, നേരല്ലാത്ത മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കുക. ഈ സാത്താൻ കർത്താവിനോട് പറയുന്നത് എന്താ? ഈ കാണുന്ന പട്ടണങ്ങളെല്ലാം നിനക്ക് തരാൻ എന്നാ? സാത്താന്റെ ആരെയും സാത്താൻ എഴുതി കൊടുത്തതാണോ ഈ പട്ടണങ്ങളെല്ലാം? ഒന്നുമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെയാ. പക്ഷെ എന്നാലും മനുഷ്യന്റെ ഉള്ളിലെ ഒരു വലിയ പ്രലോഭനത്തെ സാത്താൻ ചൂഷണം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഒരേക്കർ ഭൂമിക്കകത്തുനിന്ന് 10 സെന്റ് ഭൂമി നിങ്ങൾക്ക് എഴുതി തരാമെന്ന് ഞാൻ വന്ന് പറഞ്ഞാലും നിങ്ങൾ ആദ്യം തരുമോന്ന് ചോദിക്കും. നിങ്ങളുടെ ഭൂമിയാ അത്. കാരണം അത്ര ആർത്തിയാണ് മനുഷ്യന് മണ്ണിനോട്. കിട്ടുമോ? അല്ല, പിന്നെ ആലോചിച്ച് വരുമ്പോഴാണ് ഇത് എൻ്റെ തന്നെ ഭൂമിയാണല്ലോ, ഇതെന്തിനാ നിങ്ങൾ എനിക്ക് എഴുതി തരുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെതാണ് പട്ടണങ്ങൾ മുഴുവൻ. ആ പട്ടണങ്ങൾ സാത്താൻ വന്ന് ദൈവത്തിന് എഴുതി കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു വ്യവസ്ഥയുള്ളത്, സാത്താനെ കുമ്പിട്ട് ആരാധിക്കണം. നമുക്കൊക്കെ ഉണ്ടല്ലോ ഈ പണത്തോടുള്ള ആർത്തി. അത് നമ്മുടെ സമൂഹത്തെ ഒരു പരിധി കഴിഞ്ഞ് തകർത്തിട്ടുമുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളൊക്കെ കുറഞ്ഞുപോയി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. പൊട്ടിച്ചിരികളെല്ലാം കുറഞ്ഞുപോയി. നമ്മുടെയൊക്കെ കുട്ടികളുടെ ലോകം എത്ര ഏകാന്തമാക്കി നമ്മൾ കൈ കൊടുത്തു. കാരണം വീടുകളിലൊന്നും പിള്ളേരില്ല. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിക്ക് ഭാവിയെക്കുറിച്ച് ഭയങ്കര ആകുലതയായിപ്പോയി. അവൻ കുട്ടികളെല്ലാം കുറച്ച് ഭയങ്കര പ്ലാനിങ് എല്ലാം അങ്ങോട്ട് നടത്തി അവൻ അങ്ങ് ജീവിച്ചു. സാമ്പത്തിക ഭദ്രതയുണ്ടായി. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയത്തില്ല. പണ്ടാരോ പെൺപിള്ളേര്, ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു മടിയനായ മനുഷ്യൻ വീടിന് ചുറ്റും തേക്ക് നട്ടെന്നാണ് പറയുന്നത്. കാരണം എന്താ? അതിന് വെള്ളം ഒഴിച്ച് തേക്ക് വളർന്നു കഴിയുമ്പോൾ കൊച്ചിന് 10-20 വയസ്സാകുമ്പോൾ തേക്ക് 20 വർഷം മൂപ്പാവും. അപ്പൊ തേക്ക് വിറ്റ് ഇവളുടെ കല്യാണം നടത്താമെന്ന് ഓർത്ത് അങ്ങനെ തേക്കിനെ പരിപാലിച്ച് നടന്നു. പെങ്കൊച്ചിനെ കെട്ടിച്ചു വേണ്ടി വന്നില്ല. അവൾ ആരാണ്ട് കൂടെ ഇറങ്ങിപ്പോയി. അവള് പറഞ്ഞു, അപ്പൻ ഇങ്ങനെ തേക്കിനെ പരിപാലിച്ച് നടന്ന കാലത്ത് എൻ്റെ കാര്യമല്ലോ നോക്കുമായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നോണ്ടന്നെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി പലതും ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ച് ചില വീടുകളിൽ പൊട്ടിച്ചിരികളില്ല സഹോദരങ്ങളെ. ഭയങ്കര ടെൻഷൻ അടിച്ച് മരിച്ചു ജീവിക്കുക, ആശങ്കയുടെ അങ്ങേയറ്റത്ത് ജീവിക്കുക. എന്താ? സാമ്പത്തിക ഭദ്രത. അത് മാത്രം ആയിട്ട് പോയി അവസാനം കുടുംബങ്ങളിൽ സന്തോഷമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ 3 പ്രലോഭനങ്ങൾ പല രീതിയിലുണ്ട്. സുഭാഷിതങ്ങൾ 30-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, ദൈവമേ, ദാരിദ്ര്യമോ സമൃദ്ധിയോ നീ എനിക്ക് നൽകരുതേ. നീ എനിക്ക് ദാരിദ്ര്യവും സമൃദ്ധിയും നൽകണ്ട. കാരണം ഇത് രണ്ടും എന്നെ തകർത്ത് കളയും. എനിക്ക് ജീവിച്ചു പോകാനുള്ളത് മതി. കാരണം ഞാൻ ഈ ലോകത്ത് ഒരു വഴിപോക്കനാണല്ലോ. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്തുവാ? നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മുടെ ലക്ഷ്യം എന്തുവാ?
സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? സ്വർഗം ലക്ഷ്യമാക്കി പോകുന്നവന് ഈ ഭൂമിയിൽ കൊട്ടാരങ്ങൾ നിർമ്മിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഈ നോയമ്പ് കാലം നമുക്ക് ഈശോയുടെ പ്രലോഭനങ്ങൾ തന്നെ ധ്യാനിച്ചിരുന്നാൽ ഒത്തിരിയുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാനും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാനും ഈ നോമ്പുകാലം നമ്മളെ നിർബന്ധിക്കും. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പിതാവ് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും കൂടെ ഒന്ന് ഏറ്റുചൊല്ലുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ ക്ഷമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സുഖകരമായ ജീവിതത്തെക്കാൾ സ്നേഹം നിറഞ്ഞ ജീവിതം ലക്ഷ്യമാക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമ്പത്തിനേക്കാളും സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുവാനും ഞങ്ങൾക്കുള്ള നന്മകൾ ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.